ഇന്ത്യ എന്തിങ്ങനെ നന്നായിടാത്തതിന് ഉത്തരം കിട്ടിപ്പോയിതെനിക്ക്. ഞാൻ അത് നന്നാക്കാൻ ഒന്നുമേ ചെയ്തതില്ല ഇന്നേ വരേക്കും ഒരു നിലയ്ക്ക്. ആണ്ടേക്കൊരിക്കൽ ഒരു ഓഗസ്റ്റ് 15 അരുമയായി നുണയുന്ന മധുരമോ ഭാരതം. ഈ ചോദ്യം പലപ്പോഴും നമ്മളൊക്കെ ഉയർത്താറുണ്ട്. ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഈ പ്രോഗ്രാം എന്ന് ഞാൻ കരുതുന്നു. എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യദിനത്തിൽ മാത്രമല്ല, ഈ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ജനതയെ ഓർമ്മിപ്പിക്കുവാൻ, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുവാനുള്ള വലിയ ദൗത്യവും ഉത്തരവാദിത്വവും ഏറ്റെടുത്തുകൊണ്ടാണ് രജിസ്ട്രാർ ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുക. പ്രയാണം എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സന്ദേശ യാത്ര നടത്തുവാൻ അവിടെ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട രജിസ്ട്രാറിനും ടീമിനും നമ്മൾക്ക് സ്വാതന്ത്ര്യം എന്താണെന്നും എങ്ങനെ അത് ലഭിച്ചുവെന്നും നമുക്കറിയുമ്പോൾ നമ്മൾ കൂടുതൽ ഉത്തരവാദിത്വ ബോധമുള്ളവരാകും ഈ രാജ്യത്തിന് വേണ്ടി. ഇവിടെ ബഹുമാനപ്പെട്ട കൊച്ചി മേയർ അഡ്വക്കേറ്റ് വി കെ മിനിമോൾ കഴിഞ്ഞ ഈ മാസം 5-ാം തീയതി എറണാകുളത്ത് വെച്ചാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അത് കഴിഞ്ഞ് വിവിധ ജില്ലകളിൽ പ്രയാണം നടത്തി ഇന്ന് നമ്മുടെ നാട്ടിൽ പാറത്തോട്ടിൽ നമ്മുടെ സെൻറ്റ് ജോർജ് കുടുംബത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരാൻ ഉദ്ദേശിക്കും. അപ്പോൾ 3 ലക്ഷം കുട്ടികളുമായി ആശയവിനിമയം നടത്തിയാണ് റേച്ചേട്ടൻ ഇവിടെ വന്നിരിക്കുന്നത്. ആ കാര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ സ്കൂളിലും നമ്മുടെ പ്രദേശത്തുമുള്ള കുഞ്ഞുങ്ങൾക്ക് സ്വാതന്ത്ര്യ സമരത്തെപ്പറ്റിയും അതിൻ്റെ കഥകളൊക്കെ. അപ്പോൾ ഇവരെല്ലാം ബുദ്ധിജീവികളാണ്. റിച്ചാർഡിൻ്റെ കൂടെ കൂടാൻ പറ്റിയ ആളുകളാണ് ഇവരെല്ലാവരും. അപ്പോൾ ഇവരെല്ലാവരും കൂടി നടത്തുന്നൊരു സംരംഭം അത് സമൂഹത്തിന് തന്നെ വളരെയധികം പ്രയോജനപ്രദമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കൽ കൂടി ഈ പ്രയാണം സ്വാതന്ത്ര്യ സമര സന്ദേശയാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഔപചാരികതയുടെ പേരിൽ മാത്രം ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. സമൂഹത്തിന് സ്നേഹിക്കാനറിയാം, സ്നേഹിക്കുന്ന സമൂഹമുണ്ട്. അതുപോലെ നിശബ്ദതയ്ക്ക് വലിയൊരു ശബ്ദം. അത് നിങ്ങളുടെ അച്ചടക്കത്തിൽ ഞാനത് ശ്രദ്ധിക്കുകയായിരുന്നു. എല്ലാവരും അച്ചടക്കത്തോടെ കേരളത്തിൻ്റെ 14 ജില്ലകളിൽ നിങ്ങളെപ്പോലുള്ള കൊച്ചുകുട്ടികളുടെ മനസ്സിൽ സ്വാതന്ത്ര്യത്തെ രക്തത്തിൽ കുറുന്ന കഥകൾ പറഞ്ഞ് നിങ്ങളെപ്പോലുള്ള 3 ലക്ഷത്തോളം വരുന്ന കുട്ടികളുമായിട്ട് സംവദിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തെ ഒരു ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ അത് മനോഹരമായി, അത് ഈ കുട്ടികൾക്കാണേലും മുതിർന്നവർക്കാണേലും പ്രായമുള്ളവർക്കാണേലും എല്ലാം മനോഹരമായി ക്ലാസ് എടുത്ത് നമുക്ക് ഒരു പ്രതിഫലവുമില്ലാതെ നമ്മുടെ കൊന്നത്തടി പഞ്ചായത്തിനെ അതുപോലെ സ്നേഹിക്കുന്ന ആളാണ് നമ്മുടെ റേച്ചേട്ടൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് ആദ്യമായിട്ട് തന്നെ ഈ പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുന്ന റേച്ചേട്ടൻ ആദ്യമായിട്ട് തന്നെ ആശംസ അറിയിക്കുകയാണ്. അങ്ങനെ കനല് പോലുള്ള കുറേ വാക്കുകൾ എപ്പോഴും കരുതി വെക്കുന്ന ഒരു അപൂർവ വ്യക്തിത്വമാണ് ബിനോയ് സാർ. നിങ്ങൾക്കത് അറിയുണ്ടാവില്ല. മഷിത്തണ്ട എന്ന മാസിക കേരളത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരുന്നൊരു മാസികയാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല സാമ്പത്തിക ബാധ്യത മൂലം. ബിനോയ് സാറിന് നിങ്ങൾ പരമാവധി കുട്ടികൾ ചൂഷണം ചെയ്യണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. നമ്മുടെ രാഗവും ഇന്ത്യ, നമ്മുടെ താളവും ഇന്ത്യ, നമ്മുടെ രാഗം നാദം താളം എല്ലാം നമ്മുടെ ഇന്ത്യ. ഈ ചിന്ത നിങ്ങൾക്ക് പകർന്നു നൽകാനാണ് പ്രയാണം നിങ്ങളുടെ മുന്നിലെത്തിയത്. നമ്മുടെ ഭാരതം, നമ്മുടെ നാട്, ഏറ്റവും നല്ല നാട് ഏതാണ്? ഏറ്റവും നല്ല നാട് ഏതാണ്? പാറത്തോട് അല്ലേ? നിങ്ങൾ പറയണ പാറത്തോടാണ് നമ്മുടെ നാട് അല്ലേ? ഏറ്റവും നല്ല വീട് ആരുടെ വീടാണ്? നമ്മുടെ വീട് അല്ലേ? ഏറ്റവും നല്ല അച്ഛൻ ആരുടെ അച്ഛനാണ്? നമ്മുടെ അച്ഛൻ അല്ലേ? ഏറ്റവും നല്ല അമ്മ ആരുടെ അമ്മയാണ്? നമ്മുടെ അമ്മ. മക്കളെ, ഇതിൽ നിന്ന് നമ്മൾ മാറിപ്പോകുക. ഇവിടെ നിന്നൊക്കെ നമ്മൾ മാറിപ്പോകുന്നത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ അവകാശങ്ങളെ കുറിച്ച് മാത്രം ചോദിക്കുന്നവരാകും. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ മറക്കുന്നു. ഇന്ത്യ എന്തിങ്ങനെ നന്നായിടാത്തതിന് ഉത്തരം കിട്ടിപ്പോയിതെനിക്ക്. ഞാൻ അത് നന്നാക്കാൻ ഒന്നുമേ ചെയ്തതില്ല ഇന്നേ വരേക്കും ഒരു നിലയ്ക്ക്. നമ്മൾ പലപ്പോഴും മാറി ഇന്ന് പലതിനെയും കുറ്റപ്പെടുത്തും. അപ്പോൾ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഇവിടെ മറന്നു പോകുന്നു. നാട്
രാജ്യം നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് മാത്രമല്ല, നമ്മൾ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു. നമ്മളിങ്ങനെ വിരൽ ചൂണ്ടി കുറ്റപ്പെടുത്തുമ്പോൾ ബാക്കി എല്ലാ വിരലുകളും എങ്ങോട്ടാ വന്ന് നിൽക്കുന്നത്? നമ്മളിലേക്കാണ് വന്ന് നിൽക്കുന്നത്. അപ്പൊ എനിക്ക് ദുഃഖമുണ്ട് എൻ്റെ ഇന്ത്യ നന്നായിടാത്തതിൽ, എനിക്ക് നാണമില്ല എൻ്റെ ഇന്ത്യ ഞാനും നന്നാക്കിടാത്തതിൽ എന്ന ചിന്ത നമുക്കുണ്ടാകും. ചീത്ത ആളുകളുടെ ദുഷ്പ്രവൃത്തിയല്ല നാടിനെ നശിപ്പിക്കും. ചീത്ത ആളുകൾ വളരെ കുറച്ചേ ഉള്ളൂ. നല്ല ആളുകളുടെ നിഷ്ക്രിയത്വമാണ് നാടിനെ നശിപ്പിക്കുന്നത്. ഒരു തെറ്റെവിടെയെങ്കിലും കണ്ടാൽ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയാൻ നമുക്ക് കഴിയും. ഇല്ലേ? നമുക്ക് ശക്തിയുണ്ടെങ്കിൽ ഖുർആനിൽ പറഞ്ഞതുപോലെ അനീതിയെ കരങ്ങൾ കൊണ്ട് നേരിടുക, പിടിച്ചു മാറ്റി നിർത്തണം. ഒരു ദുർബലയായ ഒരു കുട്ടിയെ പ്രബലയായ ഒരു കുട്ടി ഉപദ്രവിക്കുന്നത് കണ്ടാൽ മാറി നിൽക്കും, പിടിച്ചു മാറ്റി നിർത്തണം. ചിലപ്പോൾ നമുക്കത് കഴിയില്ല. അവർക്ക് വലിയ ആരോഗ്യമുള്ളവരായിരിക്കും. നമ്മുടെ ജീവിതം ചിലപ്പോൾ അപകടത്തിലാവും. അപ്പൊ നമ്മൾ പറയണം, കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ പറയണം, മാറി നിൽക്കും, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. അതിനും കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ടെങ്കിലും അതിനെ ശപിച്ചിട്ട് പോകണം. നല്ലത് കാൺമത് കേൾപ്പത് ചൊല്ലാൻ നാക്കിന് കഴിയട്ടെ. തിന്മകൾ കണ്ടാൽ കൊത്തിക്കീറാൻ കൊക്കിന് കഴിയട്ടെ. നല്ലതിനെ കണ്ടാൽ എന്ന് വിളിച്ചു പറഞ്ഞു. നമുക്ക് പറയാൻ കഴിയണം, അത് നമുക്ക് വിളിച്ചു പറയാൻ കഴിയണം. ഇങ്ങനെ പറഞ്ഞ വിദേശ ശക്തികൾ നാടിനെ കീഴ്പ്പെടുത്തി 350 അധികം വർഷങ്ങൾ നമ്മളെ ഭരണം നടത്തിയപ്പോൾ അതിൽ അതൃപ്തരായ ജനങ്ങൾ, ജീവനും ജീവിതവും ഉപേക്ഷിച്ച് പോയ കുറേ മനുഷ്യരാണ് നിങ്ങൾക്കിങ്ങനെ സെൻറ്റ് ജോർജ് സ്കൂളിൽ, അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു സ്കൂളിൽ പഠിക്കാൻ, ഇത്ര നല്ല വസ്ത്രം ധരിക്കാൻ, ഇങ്ങനെ യഥേഷ്ടം നിരത്തിലിറങ്ങി നടക്കാൻ, യഥേഷ്ടം സംസാരിക്കാനൊക്കെ നമുക്ക് ശേഷി ഉണ്ടാക്കി തന്നെ നമുക്ക് മുന്നേ നടന്ന ഒരു പറ്റം ആളുകളാണ്. ഒരു കുഞ്ഞിൻ വിശപ്പും വഴി കുഴയും ഒരു തെരുവു പെണ്ണിൻ്റെ നഗ്നതയും ഉഴവുചാൽ വെള്ളം കുടിക്കുമ്പോൾ അടിയേറ്റ് കുഴകാലിലോതുന്ന മാടിൻ്റെ മിഴികളും കൃപാണം രാഗും ഉയിരിൻ പിടച്ചിലും കൊടുകൃപാണം രാഗും ഉന്മാദ ഭക്തിയും വാതുവച്ചാടുന്ന വർഗങ്ങളും പണത്തോതളന്നാടുന്ന അധർമ്മവും കണ്ടുവോ? ഇവിടെ എങ്ങാണ് നിൻ സോദരൻ നീറുന്ന നാട്ടിടയിൽ വെർപ്പുപാടങ്ങളിൽ കാണുക, കാതര രവങ്ങൾക്കിടയ്ക്കും തിരക്കുക, നാടുവാഴും ലോഭമാളികയിൽ നോക്കുക, അന്ധവിശ്വാസ ഹോമപ്പുകയിൽ വേവുന്നൊരമ്പലപ്രാവുകളോട് ചോദിക്കുക, ഉത്തര ദക്ഷിണാവൃത്തങ്ങൾ ചുറ്റുന്ന ഒരു ഉഷ്ണപ്രവാഹത്തോട് ചോദിക്കുക, നെഞ്ചിൽ വെടിയേൽക്കെ ഒരു വൃദ്ധഹൃദയം വാർത്ത രക്തസങ്കീർത്തനത്തോട് ചോദിക്കുക. നമ്മുടെ രാജ്യത്തെ നമ്മൾ അറിയണം. ഭൂതകാലത്തെ നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയില്ല. അപ്പൊ ഈ വരവല്യമല്ല കൊരുത്ത് അതിൻ്റെ അടിവാര വേരുകളിലേക്ക് ഉഴുന്നിറങ്ങി നേർമയിൽ ചെല്ലണം. വേരുകൾ വെള്ളം കുടിച്ച തീരത്ത് അല്പനേരം മെനക്കെട്ടിരിക്കാൻ ശ്രമിക്കണം. ആരോ കളഞ്ഞൊരു വഴിച്ചൂട്ടുകറ്റയിൽ കാലം മയങ്ങുന്ന കനല് കാണുന്നുവോ? നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ചാരം മൂടിയ കനല് കാണാം. ആ കനലൂതി തെളിക്കണം. ആ കനല് നിങ്ങൾ ചാരമൂതി മാറ്റി ആ കനലൂതി തെളിക്കണം. അതിനുള്ളിൽ ഒരു ജരിതകാലം പിടഞ്ഞെണീൽക്കുന്നുവോ? അപ്പം നിങ്ങൾക്ക് ഈ കഥ അറിയാൻ പറ്റും അല്ലേ? ഈ കഥ നിങ്ങൾക്ക് അവിടെ അറിയാൻ പറ്റും. ഇന്നലെ മിനിങ്ങാന്നാണ് ഓഗസ്റ്റ് 8 പാറ്റ്നയിൽ ഒരു പറ്റം വിദ്യാർത്ഥികൾ അവരിങ്ങനെ പ്രകടനവുമായിട്ട് വരിക. നിങ്ങളുടെ പ്രായമില്ല, കൊച്ചുകുട്ടികളാണ്. 13-12 വയസ്സ് പ്രായമുള്ള കുട്ടികൾ വലിയൊരു പ്രകടനവുമായിട്ട് വരിക. ഓഗസ്റ്റ് മാസത്തിലാണ്. ഈ കുട്ടികൾ വരുമ്പോൾ ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ ചാർജുള്ള ആർച്ചർ എന്ന മനുഷ്യൻ അവരെ തടഞ്ഞു നിർത്തി. നിൽക്കവിടെ, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ ഒരു കുട്ടി മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുകളിലും ഈ പാർലമെന്റ് മന്ദിരത്തിൻ്റെ മുകളിലും ഞങ്ങളുടെ പതാക ഉയർത്തണം. അദ്ദേഹം ചോദിച്ചു, ആർക്കൊക്കെ പതാക ഉയർത്തണം? ആർക്കൊക്കെ പതാക ഉയർത്തണം? പതാക ഉയർത്തേണ്ടവർ മുന്നോട്ട് വരിക.
നെഞ്ച് വിരിച്ചു മുന്നോട്ട് വരിക. ഈ 13 വയസ്സ് പ്രായമുള്ള കുട്ടികൾ ഷർട്ട് ഊരി എറിഞ്ഞിട്ട് 11 വിദ്യാർത്ഥികൾ ആ പ്രകടനത്തിന്റെ മുന്നിലേക്ക് വന്നു. ആർച്ചർ വെടിവെക്കാൻ ഉത്തരവിട്ടു. 11 കുട്ടികളെ നിഷ്ഠൂരമായി വെടിവെച്ചു കൊന്നു. 1942 നിങ്ങൾ ഞങ്ങളോടൊപ്പം വരുന്നതിന് മുമ്പ് ഈ നാടിനെ നിങ്ങളൊന്ന് അറിയണം. ഈ നാട്ടിലെ ജനങ്ങളെ നിങ്ങളൊന്ന് പഠിക്കണം. ഗാന്ധിജിയുടെ കൂടെ ഒരു സഹായിയെ കൂട്ടി ഗാന്ധിജിയെ പറഞ്ഞു വിടുക. ഗാന്ധിജി ഇങ്ങനെ ട്രെയിനിൽ സഞ്ചരിച്ച് ഗ്രാമാന്തരങ്ങളിലൂടെ യാത്ര ചെയ്ത് നമ്മുടെ തമിഴ്നാട്ടിൽ ഈ വൈഗാ നദിയുടെ തീരത്തെത്തി. വൈഗാ നദിയുടെ തീരത്തെത്തുമ്പോൾ ക്ഷീണം കൊണ്ട് ഗാന്ധിജി അവിടെ വൈഗാ നദിയുടെ തീരത്ത് അവിടെ ഇറങ്ങി ഒരു കുമ്പിൾ വെള്ളമെടുത്ത് മുഖം കഴുകിയിട്ട് അക്കരയ്ക്ക് നോക്കുമ്പോൾ ഒരു സ്ത്രീ അവിടെ നിന്നിട്ട് ഒരു തുണി വീശി കാണിക്കുക ഗാന്ധിജിയെ. ഗാന്ധിജി സഹായിയോട് ചോദിച്ചു, അവരാരാ, എന്നെ അറിയുന്നതാണോ? സഹായി നോക്കിയിട്ട് പറഞ്ഞു, അവരങ്ങേ അറിയില്ല. പിന്നെ എന്താ അവരെന്നെ തുണി വീശി കാണിക്കുന്നത്? അങ്ങേ തുണി വീശി കാണിക്കുന്നതല്ല അവർക്ക് ഒരു വസ്ത്രം മാത്രമേ ഉള്ളൂ. ആ വസ്ത്രത്തിൻ്റെ പേര് ഡാവണി എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഡാവണി എന്ന്? കേട്ടിട്ടില്ല. നമ്മുടെ സാരിക്ക് മുമ്പ് നമ്മുടെ കൗമാരക്കാരെ കൊടുത്തുകൊണ്ടിരുന്ന വസ്ത്രമാണ്. സാരിയുടെ നീളമില്ല അതിന്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം അവർ ചുറ്റിയിരിക്കുക, അതിൻ്റെ പകുതി ഭാഗം വെള്ളത്തിൽ ഇങ്ങനെ കഴുകിയിട്ട് അത് വീശി ഉണക്കുന്നതാണ്. ആ ഭാഗം ചുറ്റിയിട്ട് വേണം അവർക്ക് മറുഭാഗം കഴുകാൻ. പ്രിയപ്പെട്ട കുട്ടികളെ, ഗാന്ധിജി ഞെട്ടിപ്പോയി. ഗാന്ധിജി തൻ്റെ തലയെക്കെട്ടെടുത്തു, ഈ മേൽമുണ്ടെടുത്തു, ഒരു പന്ത് പോലെ ആക്കിയിട്ട് ഈ വൈഗാ നദിയുടെ ഓളപ്പരപ്പിലൂടെ ഇവർക്ക് ഇട്ടുകൊടുത്തു. എൻ്റെ എടുത്തോളം പറഞ്ഞു. അവിടെ വെച്ച് ഗാന്ധിജി ഒരു പ്രതിജ്ഞ എടുത്തു. എന്ന് ഭാരത സ്ത്രീകൾക്ക് 2 വസ്ത്രമുണ്ടാകുന്നുവോ അന്ന് മാത്രമേ ഞാൻ എൻ്റെ മേൽമുണ്ട് ധരിക്കൂ. അങ്ങനെയാണ് ഗാന്ധിജി 1925 ഇവിടെ കേരളത്തിൽ വരികയും അവിടെ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ സ്ത്രീകളെല്ലാം ഇങ്ങനെ സാരിയാണ് ഉടുത്തിരിക്കുന്നത്. സാരിക്ക് എന്ത് നീളമാണ് അല്ലേ? 5 മീറ്റർ നീളമാണ്. ഒരുപാട് ആഭരണങ്ങളൊക്കെ ധരിച്ചിരിക്കുന്നു. ഗാന്ധിജി പറയുകയാണ്, അയ്യോ, നിങ്ങൾ എത്ര ആർഭാടമായിട്ട് വസ്ത്രം ധരിച്ചിരിക്കുന്നു. നിങ്ങളുടെ കയ്യിലുള്ള അധികമായിട്ടുള്ള വസ്ത്രമുണ്ടെങ്കിൽ എന്നെ ഏൽപ്പിക്കൂ. ഞാൻ ഇവിടുത്തെ പട്ടിണി പാവങ്ങൾക്ക് കൊടുക്കാം. പട്ടിണി പാവങ്ങളുടെ കൈകളിൽ കൃത്യമായിട്ട് എത്തിക്കാം. അപ്പോഴാണ് ഒരു കൊച്ചുകുട്ടി ഓടി വരുന്നത്. അവളുടെ പേര് കൗമതി എന്നാണ്. കൗമതി ഓടി വന്നിട്ട് അവളുടെ ഞാഞ്ഞൂൽ കമ്മൽ ഊരി എടുത്തിട്ട് കൊടുത്തു ഗാന്ധിജിക്ക്. വളയൊക്കെ ഊരി. അന്നേരം ഗാന്ധിജി ചോദിച്ചു, വീട്ടിൽ പറഞ്ഞിട്ടാണോ നീ വരുന്നത്? അതെ. അപ്പം നിനക്ക് ഇനിയും മേടിച്ചു തരാൻ അച്ഛനോട് നിർബന്ധിക്കില്ലേ? ഇല്ല. നിന്നെ വിവാഹം കഴിക്കാൻ വരുന്ന ആള് നിനക്ക് സ്വർണം വേണമെന്ന് പറഞ്ഞാലോ? അങ്ങനെ ഒരാളെ ഞാൻ വിവാഹം കഴിക്കില്ല. ആ കുട്ടി പറയാണ്. അവളതെല്ലാം ഊരിക്കൊടുത്തു ഗാന്ധിജിക്ക്. ആ ടീച്ചർ, കൗമതി ടീച്ചർ, പിന്നീട് വിവാഹമേ കഴിച്ചില്ല. ആ ടീച്ചറായിരുന്നു കൗമതി ടീച്ചർ. ഒരുപാട് കാലമായില്ല കൗമതി ടീച്ചർ മരിച്ചിട്ട്. ഞാൻ പറഞ്ഞു, ഗാന്ധിജി ഈ പട്ടിണി പാവങ്ങളുടെ മുന്നിൽ വെച്ചൊരു പ്രതിജ്ഞ എടുത്തു, ഇനി ഞാൻ എൻ്റെ മേൽമുണ്ട് ധരിക്കില്ല. മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ തീർക്കുവാൻ വേല ചെയ്യുകയാൽ മഹാത്മാഗാന്ധി എന്നുള്ള പേര് നീളെ പ്രസിദ്ധമായി. സത്യത്തെ ദൈവമായി കണ്ട് പൂജിച്ച പുരുഷോത്തമൻ, പങ്കം തീണ്ടാത്ത കർമ്മത്താൽ തങ്കം പോലെ തിളങ്ങിയവൻ, കുഞ്ഞുറുമ്പിനും ആപത്ത് പറ്റിയാൽ കരയുന്നവൻ, കുരുന്നു നുള്ളുവാൻ പോലും കൈവിറയ്ക്കും ദയാമയൻ, സത്യം, ധർമ്മം, ദയ, നീതി എല്ലാം ഒത്തുചേരുകിൽ ഗുണമൊക്കെ ഒന്നിച്ച ഗുരുവാണ് മഹാത്മജി. ഗുണമൊക്കെ ഒന്നിച്ച